നമസ്കാരം. തടവുകാർക്ക് ശമ്പളം കൂട്ടി, തടവുകാർക്കും ഒരു സ്നേഹത്തടവൽ. ഇനി ജയിലിൽ നിന്ന് വരുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചേക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ഇതൊക്കെയായിരിക്കും. അല്ല, ഇതാര് പുഷ്കരൻ ചേട്ടനോ? ജയിലിൽ നിന്ന് എപ്പോ എത്തി? ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. കണ്ണൂരായിരുന്നല്ലോ. കണ്ണൂരിൽ നിന്ന് മോർണിംഗ് ഫ്ലൈറ്റ് കൊച്ചി, പിന്നെ ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോകും. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ സുഖമല്ലേ? അല്ല, ജയിലിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നു? കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ലാന്നേ. അച്ഛനും ഫ്രണ്ട്സിനും സ്കോച്ച് വാങ്ങി, പിന്നെ കുറച്ച് സീറ്റ് വാങ്ങി. വൈഫിന് കുറച്ച് സ്വർണ്ണം വാങ്ങിക്കണമെന്ന് ആഗ്രഹം. പിന്നെ ഞാൻ കൊന്നവന്റെ വീട്ടുകാരെ എന്തെങ്കിലും സഹായിക്കും. അവൻ കാരണമാണല്ലോ എനിക്ക് 20 വർഷം കിട്ടിയത്. കൊന്നവന്റെ ഒരു ചെറിയ പ്രതിമ എന്റെ ചെലവിൽ പണിയണമെന്നുണ്ട്. അപ്പൊ പിന്നെ എപ്പോഴാണ് തിരിച്ചു പോണത്? ഇനി ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിക്കണേ തട്ടിയിട്ട് വേണം ഇനി അടുത്തത് പോകാൻ. അപ്പൊ ഞാനും സത്യത്തിൽ വണ്ടറായി കേട്ടോ. ഇപ്പൊ ഇന്ന് പത്രത്തിൽ, മനോരമ പത്രത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ, ആശമാനേക്കാൾ വേതനം തടവുകാർക്ക്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദിവസം 369 രൂപ, തടവുകാർക്ക് 620 രൂപ. ജപ്പോനെ ഡബിൾ ആണല്ലേ. പരമാവധി ദിവസ വേതനം തടവുകാർക്ക് 620 രൂപ. ഇതുകൂടാതെ തടവുകാർക്ക് ഭക്ഷണവും ചികിത്സയും സൗജന്യം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 369 രൂപ. കഷ്ടം. ആശാ വർക്കർമാർക്ക് 400 രൂപ. അയ്യോ. കശുവണ്ടി തൊഴിലാളികൾക്ക് 533 രൂപ. സ്വകാര്യ സുരക്ഷാ ജീവനക്കാർക്ക് 598. അപ്പൊ എന്തുകൊണ്ടും ശമ്പളം നമ്മുടെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്കാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്തിനാണ് ഈ തടവുകാർക്ക് ഇത് മാത്രം ശമ്പളം കൊടുത്തതെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാമല്ലോ. തൊഴിലുറപ്പ് തൊഴിലാളികൾ കാര്യം ചെയ്യും. ഇപ്പൊ 360 കിട്ടുന്നുള്ളൂ. നിങ്ങൾ സമരം ചെയ്യുമല്ലോ. സമരം ഒരു സ്വല്പം നിങ്ങൾ ഇച്ചിരി അക്രമാസക്തമാക്കി കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ച് ജയിലിടും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഐഡിയ പറഞ്ഞു തന്നെ. അക്രമാസക്തമായ ജയിലിടും. ആശാ വർക്കർമാർക്കും ഇത് ചെയ്യാം. കശുവണ്ടി തൊഴിലാളികൾക്കും വേണമെങ്കിൽ ചെറിയ രീതിയിൽ സമരമൊക്കെ നടത്തി ജയിലിൽ പോകാം. എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളെ കാണിച്ച്. സ്വകാര്യ സുരക്ഷാ ജീവനക്കാർക്കും എല്ലാം ചെയ്യാം. അപ്പൊ നിങ്ങളൊക്കെ ജയിലാവുമല്ലോ. ജയിലായി കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ശമ്പളം കിട്ടൂലേ? അപ്പൊ സന്തോഷമില്ലേ? അപ്പൊ നല്ല കാര്യമില്ലേ? ഈ സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം കൂട്ടണില്ലേ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കൂട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കണം കേട്ടോ. നമ്മളിപ്പോ അവർക്ക് ശമ്പളം കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കിടന്നുണ്ട്. ഇപ്പൊ കുറെ ആളുകൾ നാണമില്ലേ, എന്ത് തീരുമാനമാണിത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ എല്ലാവരും കിടന്നുണ്ട്, ബഹളം ഉണ്ടാക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കിടന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കുക കേട്ടോ. അല്ല, ഇതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കണമല്ലോ. ഈ സർക്കാർ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ഇതിലുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ശമ്പളം ഈ 60 രൂപ 70 രൂപ കിടന്ന ആളുകൾക്കൊക്കെ ഒറ്റയടിക്ക് 600 രൂപയൊക്കെ കൂട്ടിക്കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? അപ്പൊ അത് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ആശാ വർക്കർമാരാണല്ലോ ഇപ്പൊ ശമ്പളം കൂടുതൽ വേണമെന്ന് പറഞ്ഞുള്ള ഒരു ബഹളം കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ സമരം നടത്തുന്നത്. അപ്പൊ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ 400 രൂപയും വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് വീട്ടിൽ പോകുമ്പോഴല്ലേ, കുടുംബത്ത് പോകുമ്പോഴല്ലേ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ അമ്മയെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ അനിയത്തിമാരെ, അങ്ങനെ എല്ലാവരും കണ്ടിട്ട് വീട്ടിൽ ഇരുന്ന് ഭക്ഷണവും കഴിച്ച് അവരോടത്ത് തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പാടില്ലേ? മറ്റുള്ള എല്ലാ ആളുകളോടും ഇത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവർക്കും അവരുടെ വീട്, അവരുടെ കുടുംബം, അവരുടെ എല്ലാവരോടും കൂടി ചേർന്ന് കുടുംബത്തിൽ നിൽക്കുമ്പോൾ ഒരു സുഖം ജയിലിൽ പോയി കിടന്നാൽ കിട്ടുമോ? അപ്പൊ ഇവർക്ക് എത്ര കൊടുത്താലും നമുക്കെന്താണ്? അവരുടെ ജീവിതമാണ് തടവറയിൽ പെട്ടിരിക്കുന്ന അവരുടെ ജീവിതമാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. കേട്ടിട്ടില്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു തൊഴിലാളിനെ പിടിച്ചിട്ട് 25 ദിവസം റൂമിട്ട് കൂട്ടിയിട്ട് നിനക്ക് ഒരു ദിവസം 5000 രൂപ വെച്ച് തന്നേക്കാം, നീ പുറത്തേക്ക് ഇറങ്ങരുത്, നീ അവിടെ നിന്ന് പണിതോളെന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും പണിയോ? നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന 1200 രൂപ അല്ലെങ്കിൽ 400 രൂപ അല്ലെങ്കിൽ 500 രൂപ, ഇതൊക്കെയല്ലേ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. കൊണ്ടുപോയി നമുക്ക് ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നമ്മൾ വീടാണെങ്കിലോ, വിശക്കണം, ഒരു ഓംലേറ്റ് ഉണ്ടാക്കണേ എന്ന് പറയുമ്പോൾ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കി തരാൻ വേണ്ടി ഭാര്യ ഉണ്ടാവും. നമുക്ക് എന്ത് വേണമെങ്കിലും അടുക്കള കയറി നമുക്ക് ഉണ്ടാക്കി തിന്നാൻ പറ്റും. ഭാര്യ വേണ്ടി ഇച്ചിരി എടുത്ത് ഭക്ഷണം നേരത്തെ എടുത്തെന്ന് പറഞ്ഞാൽ ഭക്ഷണം നേരത്തെ കൊണ്ടുവരും. അല്ല, എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഭക്ഷണം, എപ്പോൾ വേണമെങ്കിലും കിടന്നുറങ്ങാം, നമുക്ക് എവിടെയും പോകാം, എന്തും കാണാം. ഇതൊക്കെ ഒരു ഇല്ലാത്തൊരു സ്വാതന്ത്ര്യം തന്നെയല്ലേ? ഇതൊക്കെ ഈ പാവങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പാവങ്ങളെന്ന് പറയുന്നില്ല കേട്ടോ, ഇതിൽ കുറച്ച് പ്രശ്നക്കാരുമുണ്ട്. ഞാൻ പാവങ്ങളെന്ന് ഉദ്ദേശിച്ചത് ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ്. ജീവിതത്തിൽ പല കയ്യബദ്ധങ്ങളും പല പ്രശ്നം ഇതൊക്കെ കൊണ്ടറിയാതെയും അറിഞ്ഞുകൊണ്ടൊക്കെ ക്രിമിനലായിട്ടൊക്കെ ഉള്ള ആൾക്കാർ ഇത്ര ശതമാനമേ ഉള്ളൂ. ഇതൊക്കെ കയ്യബദ്ധങ്ങളിലും അവനെ ആഗ്രഹിച്ചിട്ട് ചെയ്യാത്ത അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഒരു കൂടുതലും ഉള്ളത്. പിന്നെ സ്ഥിരം കുറ്റവാളികളായിട്ട് നടക്കുന്ന കുറച്ച് പേരും ഉണ്ട്. പക്ഷെ അവരെയൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഈ ഒരു 10 വർഷം 20 വർഷമൊക്കെ ജയിലിൽ കിടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു കാൽഭാഗം ജീവിതം അവൻ്റെ ഹോമിക്കപ്പെടുകയാണ്. നമ്മളൊക്കെ ഇവിടെ നാട്ടിൽ വീട്ടിലൊക്കെ സുഖമായിട്ട് കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഈ ജയിലിൽ പോകുന്ന ഒരു മനസ്സും കൂടി നമ്മൾ നോക്കണ്ടേ? അവർക്കിപ്പോൾ ഒരു 10 രൂപ വെച്ച് കൂട്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു മഹാ അപരാധമായിട്ട് നമ്മൾ കാണണോ? അവിടെ ജീവിതത്തിൻ്റെ എല്ലാം പോയില്ലേ? അവിടെ സൗഭാഗ്യങ്ങൾ, അവിടെ മക്കൾ, ഭാര്യ, അവരെയൊന്നും കാണാതെ ഈ പോയി ജയിലിൽ കിടക്കണ്ടേ? അവർക്ക് പാവങ്ങളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും കയ്യബദ്ധത്തിൽ നമ്മളറിയാതെ ഒരാളെ കൊല്ലുകയോ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ സംഭവത്തിൽ ഒരിക്കലും ആഗ്രഹിച്ച് ചെയ്തതല്ല, അറിയാതെ ചെയ്തു പോയതാണ്. ദാരിദ്ര്യം കൊണ്ട് അറിയാതെ ചെയ്തു പോയതാണ്. അവരും ജയിലിൽപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോരുമ്പോൾ ഒരു 10-12 കൊല്ലം 15 കൊല്ലോ 20 കൊല്ലോ ഒക്കെ ജയിലിൽ കിടന്നിട്ട് തിരിച്ചു പോരുമ്പോഴും അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇതുപോലെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ ഒരു മാസം 600 രൂപ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭക്ഷണവും ചിലവൊന്നും നമ്മൾ ചിലവാക്കണ്ട. ഈ 600 രൂപ അവർ പോക്കറ്റിലിടാം. അത് സേവ് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ഒരു ഇച്ചിരി കാശുമായിട്ട് വീട്ടിൽ എത്താൻ പാടില്ലേ? അവൻ ആ ക്യാഷും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനുള്ള ഒരു കാശ് അവൻ്റെ കയ്യിലായില്ലേ? ഈ 50 രൂപ 60 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്ന് ആകാനാണിത്? അപ്പോൾ അവൻ വീട്ടിൽ വരുമ്പോൾ അവനിനി എന്തെങ്കിലും ഒരു നാട്ടിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുവാണ്. ഒരു മുതൽ മുടക്ക് അവൻ്റെ വരികയാണ്. അപ്പോൾ 20 വർഷമൊക്കെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു തുക കയ്യിലുണ്ടാവും. അവന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും മോഷണത്തിലേക്കും കൊലപാതകത്തിലേക്കും പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ ഇത്ര ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ചെറിയൊരു ബിസിനസ് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാം. ഇനി ഈ വക സംഭവത്തിലേക്ക് നമുക്ക് പോകാതിരിക്കുക. സാമ്പത്തികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടായത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു അറിയാതെ ചെയ്തു പോയത്. അപ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാതെ നമുക്ക് കിട്ടിയ ഈ ക്യാഷ് കൊണ്ട് സ്വന്തമായിട്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാമെന്നൊരു ആഗ്രഹം കൂടി അവർക്ക് ഉണ്ടാവില്ലേ? അപ്പോൾ അത് നല്ല കാര്യമല്ലേ? അവർക്കൊന്നും കൊടുത്തില്ല. അവരെ 10-20 കൊല്ലം നമ്മളവിടെ ഇട്ട് നരകിപ്പിച്ച് അവർക്ക് ഒന്നും കൊടുക്കാതെ തിരിച്ചു പോന്നു കഴിഞ്ഞാലും അവരുടെ ബാക്കിയുള്ള ജീവിതത്തിന് വല്ല സേഫ്റ്റി ഉണ്ടോ? വെറും കൈയോടെ വീശി പോന്നു കഴിഞ്ഞാൽ അവന് ഒന്നും കയ്യിലില്ലെങ്കിൽ അവൻ വീണ്ടും ചിന്തിക്കും, എന്നിട്ടാണ് ഇവിടെ ജീവിക്കണം, ഒരു കാര്യമില്ല, ഇവിടെ ഒന്നുമില്ല, നമ്മുടെ നേരെ അങ്ങോട്ട് തന്നെ പോകാം എന്ന് കരുതി അവൻ വീണ്ടും ക്രിമിനൽ ബുദ്ധിയിൽ ചിന്തിച്ചാലോ? ആ ഒരു സംഭവം മാറ്റാനാണ് എന്നാണ് എൻ്റെ മനസ്സ് തോന്നുന്നത്. വരുന്ന ആളുകൾ ആരും വീണ്ടും സമ്പത്തിന് വേണ്ടി കളവും കൊള്ളയും ഇതൊന്നും നടത്തി വീണ്ടും ജയിലിലേക്ക് അവർക്ക് തിരിച്ചു പോരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകത്തില്ല. കൈ കാശുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ നമുക്ക് ജീവിക്കാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ചിന്തയും കൂടി ഇതിലില്ലേ? അധികം നമ്മളിതിനെ വലിയ പ്രശ്നമാക്കി എടുക്കട്ടോ, ഞങ്ങളെക്കാൾ കൂടുതൽ തെറ്റ് ചെയ്യുന്ന ഒരു കുറ്റക്കാർക്ക് ശിക്ഷ, അവർക്ക് ഏറ്റവും കൂടുതൽ ശിക്ഷയാണ്, ഏറ്റവും വലിയ ശിക്ഷയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവർ ബന്ധനത്തിലാണ്. അവരുടെ ഇഷ്ടത്തിന് ഉറങ്ങാൻ പറ്റത്തില്ല, അവരുടെ ഇഷ്ടത്തിന് തിന്നാൻ പറ്റത്തില്ല, അവരുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുകൂടി ഞാൻ പാടുകയാണ്, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അവർ ബന്ധനത്തിലാണ്. അപ്പോൾ അവർ ഇത്രയും ബന്ധനങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ ഇത്തിരി കാശ് ഇരുന്നോട്ടെ, അവർ നല്ലവരായിട്ട് ആ കാശ് കൊണ്ട് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു ബിസിനസ് ചെയ്തോ അവർ ബാക്കിയുള്ള ജീവിതം അവർ സന്തോഷപരമായിട്ട് ജീവിച്ച് പോട്ടെ. അല്ലാതെ വന്നിട്ട് കയ്യിൽ 10 പൈസയില്ലാതെ തലക്ക് ഭ്രാന്ത് പിടിച്ച് ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നേരെ ജയിലിലേക്ക് പോകണം അവസ്ഥ വരാതിരിക്കട്ടെ. അപ്പോൾ ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഈ 600 രൂപയോളം വരുമാനം ഒരു ദിവസം പണിയെടുത്ത് അവർ കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു തീരുമാനത്തെ ഒരു നന്മയുള്ള തീരുമാനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു.